Hi children, this is your political life class. Today we are discussing the 6th chapter. We are already discussed the story of Shanti and the court appointed Mr. Kamala Roy as defense lawyer of Shanti's case. So what happened to Shanti after the appointment of Kamala? Take your textbook, page number 69. We are continuing the story. Advocate Kamala Roy meets Shanti in the court. അപ്പം Kamala Roy meet ചെയ്യാണ് ശാന്തിനെ. Here are my case papers. I have been falsely accused of stealing my employer's gold chain. They found 1,000 rupees in Shanti's trunk and said that this was the money she got from stealing the chain. But that is money that we have been saving up together. അപ്പം ബ്രദറാണ് പറയുന്നത്. ബ്രദർ എന്താ പറയുന്നത്, ഒരു 1,000 rupees ശാന്തിൻ്റെ ട്രങ്കിൽ നിന്ന് അവർക്ക് കിട്ടി. അവർ പറഞ്ഞു അത് അവർ സ്റ്റീൽ ചെയ്തെടുത്തിട്ട് ആ ചെയിൻ വിറ്റിട്ട് കിട്ടിയതാണെന്ന് അവർ പറഞ്ഞു. പക്ഷേ അതങ്ങനെയല്ല, വി ആർ സേവിങ് അപ്പ് ടുഗദർ. നമ്മൾ രണ്ടാളും കൂടി വർക്ക് ചെയ്തിട്ട് നമ്മളതിനെ സേവ് ചെയ്യാണ്, കുറച്ച് പൈസ സേവ് ചെയ്യാണെന്ന് പറഞ്ഞു ബ്രദർ. ദ കോർട്ട് ഫേംസ് എ ചാർജ് ഓഫ് തെഫ്റ്റ് ഓഫ് മിസ്സസ് ഷിൻഡേസ് ഗോൾഡ് ചെയിൻ ആൻഡ് possession of money rupees 10,000 got from selling stolen property against Shanti. I plead not guilty and I claim trial. The trial before the magistrate begins. The public prosecutor appears in the case on behalf of state. അപ്പോൾ സ്റ്റേറ്റിന് വേണ്ടിയിട്ട് ആരാണ് വരുന്നത്? പബ്ലിക് പ്രോസിക്യൂട്ടർ. He presents Mr. and Mrs. Shinde as a key witnesses. So tell me, Mrs. Shinde, how did the gold chain got missing? ഇപ്പോൾ പബ്ലിക് പ്രോസിക്യൂട്ടർ ഉണ്ട്, ഇത് സ്റ്റേറ്റ് അപ്പോയിൻറ്റ് ചെയ്യുന്നതാണ്, അതാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ. ആൻഡ് ദ ഡിഫൻസ് ലോയർ ആർക്ക് വേണ്ടിയിട്ടാണ്? ഫോർ ശാന്തി, അവർക്കെതിരെയാണ് കേസ്. അപ്പോൾ അവർക്കാണ് ഡിഫൻസ് ലോയർ ഉണ്ട്, ദാറ്റ് ഈസ് കമല റാവു. I had kept my chain in drawer. Shanti stole it. No other outsider expect Shanti goes in my room. എൻ്റെ മുറിയിൽ ഞാൻ വെച്ചിരുന്ന ചെയിനാണ് കാണാണ്ടായത്. ആ മുറിയിലേക്ക് ആരേ പോകുന്നുള്ളൂ? ശാന്തി മാത്രമേ പോകുന്നുള്ളൂ, വേറെ ഒരു സ്ട്രേഞ്ചേഴ്സ് അങ്ങോട്ടേക്ക് പോകുന്നില്ല. Mr. Shinde searched her trunk in front of me and we were shocked to find 10,000 rupees in an envelope. Shanti got this money from selling my gold chain. She is a theft. So ട്രങ്കിന് 10,000 rupees കിട്ടിയതെല്ലാം ആര് പറഞ്ഞു? മിസ്സസ് ഷിൻഡെ ഇൻ ദ കോർട്ട്. നെക്സ്റ്റ് അഡ്വക്കേറ്റ് റോയ് ക്രോസ് എക്സാമിൻസ് ദ പ്രോസിക്യൂഷൻ വിറ്റ്നസ് മിസ്സസ് ഷിൻഡെ. അപ്പം പ്രോസിക്യൂട്ടർ ട്രയൽ ചെയ്തതിന് ശേഷം ക്രോസ് എക്സാമിൻ ചെയ്യാൻ ആര്? ദ ഡിഫൻസ് ലോയർ മിസ്സസ് റാവ് ഓർ മിസ് റാവ്. So what you are basically saying is that you did not see Shanti steal the chain. നിങ്ങൾ കണ്ടോ ശാന്തി ആ ചെയിന് കട്ട് കൊണ്ടുപോകുന്നത്, അല്ല മോഷ്ടിക്കുന്നത് നിങ്ങൾ കണ്ടോ എന്ന് ചോദിക്കണം. Nor did you recover the chain on Shanti. ഇനി അതുപോട്ടെ, നിങ്ങൾ ശാന്തിയുടെ കയ്യിൽ നിന്ന് ആ ചെയിന് നിങ്ങൾക്ക് കിട്ടിയോ? ഇല്ല. Also in the 3 years that she has worked for you, nothing has been stolen from the house. അവിടെ 3 കൊല്ലമായി നിങ്ങളുടെ വീട്ടിൽ ജോലി ചെയ്യുന്നു, എന്തെങ്കിലും നിങ്ങളുടെ വീട്ടിൽ നിന്ന് കളവ് പോയോ ഇതിന് മുന്നേ? യു were also regularly paying her ₹1,000 as salary each month. അപ്പോൾ എല്ലാ മന്തും 1,000 rupees സാലറി അവർക്ക് കൊടുക്കുന്നുണ്ട്. ആൻഡ് ഷീ ഈസ് വർക്കിംഗ് ഫോർ 3 years. 3 കൊല്ലമായിട്ട് അവർ വർക്ക് ചെയ്യുന്നു. അപ്പം അവിടെ എത്ര പൈസ ഏൺ ചെയ്തിട്ടുണ്ടാവും അല്ലേ? Advocate Roy examines Sushil and his employer and defense witness. അപ്പം 1,000 rupees മന്ത്ലി ശാന്തി ഏൺ ചെയ്യുന്നുണ്ട്, അതേപോലെ അവളുടെ ബ്രദറും ഏൺ ചെയ്യുന്നുണ്ട്. അപ്പം ഡിഫൻസ് ലോയർ ആരെയും പിന്നെ എക്സാമിൻ ചെയ്യുന്നു? ഓൾസോ എക്സാമിൻ സുശീൽസ് എംപ്ലോയർ. സുശീൽ വർക്ക് ചെയ്യുന്ന സുശീലിൻ്റെ എംപ്ലോയറിനെ വിറ്റ്നസ് ചെയ്യുന്നു, ബിക്കോസ് സുശീൽ ഈസ് ഓൾസോ ഏർണിംഗ് മണി. ത്രൂ their testimonies, she is able to show that the 10,000 found in Shanti's trunk could well be the earning of Sushil and Shanti. അപ്പം ഈ 2 ട്രയലും കഴിഞ്ഞപ്പം ആ ഒരു റാവു പറഞ്ഞ് ഇത് രണ്ടും അവർ ഏൺ ചെയ്ത മണിയാണ്, അല്ലാതെ
അവർ സ്റ്റോൾ ചെയ്തതല്ല എന്ന് മിസ്സസ് റാവു സ്റ്റേറ്റ് ചെയ്യാണ്. ആസ് ദ ട്രയൽ ഈസ് നിയറിംഗ് completion, Sushil learned that Inspector Sharma has busted a gang of young men who have been stealing jewelry from Shinde's neighborhood. അല്ലേ, നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്താണ് ഷിൻഡേൻ്റെ നെയ്ബർഹുഡിൽ നിന്നെല്ലാം ജ്വല്ലറി പോകുന്നുണ്ടെന്ന്. Some of Mrs. Shinde's sons friends are part of this game. അപ്പോൾ ഷിൻഡേൻ്റെ മകൻ്റെ ഫ്രണ്ട്സാണ് ആ ഗ്യാങ്ങിൻ്റെ ആൾക്കാർ. Mrs. Shinde's chain has been found on them. Sushil tell Advocate Roy about this. Advocate Roy now calls Inspector Sharma as a defense witness. Inspector Sharma, can you show and tell us what have you found? Here is the chain that has been identified by Mrs. Shinde as hers. We busted a gang of boys who had stolen the chain. These boys have admitted that they were stolen the chain. അപ്പം ആ ഒരു ഗ്യാങ് ആണ് ശരിക്കും മിസ്സസ് ഷിൻഡേൻ്റെ ചെയിന് മോഷ്ടിച്ചത്. The judge hears the testimony of all the witnesses. After the testimony of Inspector Sharma, Advocate Roy argues before the judge that it has now been established that Shanti is innocent and should be acquitted. Shanti, you are, അപ്പോൾ ജഡ്ജ് എന്താ പറയുന്നത്? ശാന്തി, you are hereby acquitted of the charge of theft. The police will hand over to you the 10,000 rupees that they had sealed. In my written judgment, I have made it a point to highlight S.I. Rao's role in conducting such a shoddy investigation that made you spend time in jail. അപ്പം ഇൻസ്പെക്ടർ റാവുവിനെതിരെയും എന്താണ് ചെറിയൊരു പോയിന്റ്സ് വെച്ചിട്ടാണ് ആ ജഡ്ജ് എന്താക്കുന്നത്, ഒരു ജഡ്ജ്മെൻറ്റ് നടത്തുന്നത്. From the above incident, you can see the 4 key players in the criminal justice system, that is police, the public prosecutor, defense lawyer and judge. അല്ലേ, നിങ്ങൾ പുതിയ ആൾക്കാരെല്ലാം കണ്ടില്ലേ? പോലീസിനെ കണ്ടു, who is public prosecutor എന്ന് മനസ്സിലായി, ഡിഫൻസ് ലോയർ ആരാന്ന് മനസ്സിലായി, and the judge. You have seen the roles each of them played in the above case. Now let us try and understand their roles more generally. എന്താണ് റോൾ? അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പോലീസിൻ്റെ റോൾ നോക്കാം. എന്താണ്, വാട്ട് ഈസ് ദ റോൾ ഓഫ് ദ പോലീസ് ഇൻ ആൻ ഇൻവെസ്റ്റിഗേഷൻ? One important function of police is to investigate any complaint about the commission of a crime. An investigation include recording statements of witness and collecting different kinds of evidence. അപ്പം പോലീസിൻ്റെ റോൾ എന്താണ്? ഒരു കംപ്ലയിൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ അന്വേഷിക്കുക, അതിനുള്ള വിറ്റ്നസ്സസിനെയും എവിഡൻസിനെയും കളക്ട് ചെയ്യുക എന്നുള്ളതാണ് പോലീസിൻ്റെ റോൾ. One of the basis of the investigation, the police are required to form an opinion. If the police think that evidence points to the guilt of the accused person, then they file a charge sheet in court. As stated at the beginning of the chapter, it is not the job of the police to decide whether a person is guilty or innocent. That is for the judge to decide. അപ്പോൾ നമ്മൾ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ പോലീസിൻ്റെ റോൾ എന്താണ്? ഒരു ഇൻവെസ്റ്റിഗേഷനിൽ ഒരു കംപ്ലയിൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെപ്പറ്റി അന്വേഷിക്കുക, അതിന് എവിഡൻസസ് കളക്ട് ചെയ്യുക, വിറ്റ്നസ്സസിനെ ആരൊക്കെയാണ് കളക്ട് ചെയ്യുക. ഇത് മാത്രമാണ് പോലീസിൻ്റെ റോള്. പക്ഷേ അവർക്ക് എന്ത് ശിക്ഷ കൊടുക്കണം, അല്ലെങ്കിൽ അവർ കുറ്റവാളിയാണോ, അവർ അറസ്റ്റ് ചെയ്ത പേഴ്സൺ ഗിൽറ്റി ആണോ ഇന്നസെൻ്റ് ആണോ എന്നൊന്നും തീരുമാനിക്കാനോ ശിക്ഷ കൊടുക്കാനോ ഡിസിഷൻ എടുക്കാനോ ഉള്ള അവകാശമായിരിക്കില്ല പോലീസിനില്ല. സോ എന്തൊക്കെയാണ് പോലീസ് ചെയ്യേണ്ടത്? ഒരു അറസ്റ്റ് നടന്നു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് പോലീസ് ചെയ്യേണ്ടത്? Article 22 of the Constitution and criminal law guarantee to every arrested person the following fundamental rights. അപ്പോൾ കുറച്ച് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഈ ഒരു അറസ്റ്റഡ് പേഴ്സണിന് കൊടുക്കുന്നുണ്ട്. എന്തൊക്കെയാണ്? The rights to be informed that the time of arrest of the offence for which the person is being arrested. നമ്മൾ ഒരാളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി, പോലീസ് അറസ്റ്റ് ചെയ്യാൻ വരികയാണെങ്കിൽ നമ്മൾ എന്തിനു വേണ്ടിയാണ് അറസ്റ്റ് ചെയ്യപ്പെടുന്നത് എന്ന് നമുക്ക് അറിയാനുള്ള അവകാശമുണ്ട്. അത് ഇറ്റ്സ് എ ഡ്യൂട്ടി ഓഫ് ദ പോലീസ് ടു സേ ഫോർ വാട്ട് ഷീ ഓർ ഹി ഈസ് ബീങ് അറസ്റ്റഡ്. ദ റൈറ്റ് ടു ബി പ്രസൻറ്റഡ് ബിഫോർ ദ മജിസ്ട്രേറ്റ് വിത്തിൻ 24 hours ഓഫ് അറസ്റ്റ്. അപ്പോൾ ഒരാളെ നമ്മൾ അറസ്റ്റ് ചെയ്ത്, പോലീസ് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ
24 hours-നുള്ളിൽ അവരെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണം. ഷുഡ് ബി പ്രസൻറ്റ് ഇൻ ദ കോർട്ട്. ഷുഡ് ബി പ്രൊഡ്യൂസ് ഇൻ ദ കോർട്ട്. The right not to be ill-treated or tortured during arrest or in custody. ഇനി ഒരാളെ അറസ്റ്റ് ചെയ്താൽ അയാളെ ടോർച്ചർ ചെയ്യാനോ അയാളെ ബീറ്റ് ചെയ്യാനോ ഒന്നും ചെയ്യാനുള്ള അവകാശം ആർക്കില്ല? പോലീസിനില്ല. ഒരു ഇൽ ട്രീറ്റ് ചെയ്യാനോ ഒന്നും പറ്റില്ല. കൺഫെഷൻ മെയ്ഡ് ഇൻ പോലീസ് കസ്റ്റഡി കനോട്ട് ബി യൂസ്ഡ് ആസ് എവിഡൻസ് എഗെയിൻസ്റ്റ് അക്യൂസ്ഡ്. നമ്മൾ ഞാൻ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് ആ ഒരു കേസ് നമ്മൾ അവളെ തല്ലി ചതച്ച് അവളെ ആ ഒരു ഇതിനെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ചെയ്തു എന്ന് അവർ സ്വന്തം പറഞ്ഞാൽ അതൊരു എവിഡൻസ് ആയിട്ട് ആരും എടുക്കില്ല. കോർട്ട് വിൽ നോട്ട് ടേക്ക് ദ കൺഫെഷൻ ആസ് എ എവിഡൻസ്. A boy under 15 years of age and a woman cannot be called to the police station only for questioning. അപ്പം ഒരു 15 വയസ്സിന് താഴെയുള്ള കുട്ടികളെയോ വുമണിനെയോ ബോയിനെയോ ഒന്നും എന്താക്കാൻ പറ്റില്ല? ക്വസ്റ്റ്യനിങ്ങിന് എവിടേക്ക് വിളിക്കാൻ പറ്റില്ല? പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കാനായിട്ട് പറ്റില്ല. അപ്പം ഒരാൾ അറസ്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് കുറച്ച് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉണ്ട്. ആർട്ടിക്കിൾ 22 ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ഗിവൺ സം ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ടു ദ അറസ്റ്റഡ് പേഴ്സൺസ്. ദീസ് ആർ ദ fundamental rights. That's all for today's class. We can see in the next class.